നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ പുതിയ കഥയായ നിധിയുടെ, സുഭാഷിന്റെ, സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ മനസ്സ് ചിന്തിക്കുക, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. വലിയ ചതിയാണ് ഉദയഭാനു തന്നോട് ചെയ്തിരിക്കുന്നത്. ഈ കള്ളത്തരം പൊളിക്കണം. പക്ഷെ ഇപ്പൊ താൻ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് തന്നെ അവിടുന്ന് പറഞ്ഞുവിടും. അത് പാടില്ല. കൈയോടുകൂടി പിടികൂടണം. ഈ ബാലനെ ചതിച്ചിട്ട് ആരും ഇന്ന് വരെ നടന്നിട്ടില്ല. ബാലൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ ഈ ബാലൻ ആരാന്നുള്ള കാര്യം. അങ്ങനെ ഉറച്ച തീരുമാനത്തോടു കൂടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ആനന്ദും ആനന്ദിന്റെ ഫ്രണ്ടും കൂടെ ശ്രീദേവി ജോലി ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ആനന്ദിന്റെ ഫ്രണ്ടാണ് ബൈക്ക് ഓടിക്കുന്നത്. ഇതെന്താടാ ഇവിടെ കൊണ്ട് നിർത്തിയത്? എന്തേലും കഴിച്ചിട്ട് പോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയ്യോ, ഇപ്പൊ കഴിക്കാൻ പോണം. പിന്നെ നിന്റെ വീട്ടിൽ ഭാര്യ ഉണ്ടാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ടേ എന്റെ വീട്ടിൽ എന്നെ ഭാര്യ ഒന്നും ഉണ്ടാക്കി തരുന്നില്ല. കഴിച്ചിട്ട് പോയാൽ മതി. ഓർഡർ എടുത്തിട്ട് വന്നപ്പോ തന്നെ ക്ഷീണിച്ചു. അപ്പൊ രണ്ടുപേരും കൂടെ ഓർഡർ എടുക്കാൻ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. ആനന്ദ് പറഞ്ഞു, എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് നല്ല കൈപ്പുണ്യമുള്ള നല്ല ആഹാരം ഉണ്ടാക്കി തരുന്നത്. അയ്യോ, ഭാര്യ പുരാണമൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ആദ്യം പോയി എന്തേലും കഴിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ വനജയാണ് ഓർഡർ എടുക്കാനായിട്ട് വന്നത്. വനജ വന്നിട്ട് എന്താ സാർ വേണ്ടത്? അപ്പോഴേക്കും അവർ ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, 5 അപ്പം, 3 ചപ്പാത്തി, പിന്നെ ഒരു മട്ടൻ കറി. അല്ല ചായയോ ജ്യൂസോ വല്ലതും വേണോ? 2 സ്ട്രോങ് ചായ വേണം. അത് ആനന്ദാണ് പറയണേ. ശരി എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ആനന്ദനോട് ഫ്രണ്ട് പറഞ്ഞു, എടാ ഇനി നീ പറഞ്ഞു ദേവി പുരാണം, കാരണം ആഹാരം കൊണ്ടാൻ കുറച്ച് താമസം പിടിക്കും. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, നീ അത്ര കളിയാക്കൊന്നും വേണ്ട. എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളൊരു കോടീശ്വരി തന്നെയാണ്. ആ സമയത്ത് കോടീശ്വരി എന്ന് പറയുമ്പം അവിടെ ശ്രീദേവി ആണെങ്കിൽ ടിപ്പ് മേടിക്കുന്ന 10 രൂപ 20 രൂപയൊക്കെ ടിപ്പ് മേടിക്കുന്ന കാണിക്കുന്നുണ്ട്. അവള് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഫുഡ് സപ്ലൈ ചെയ്യുന്ന കാണിക്കുകയാണ്. അതിനേക്കാളുപരി അവൾക്ക് അതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. അവള് എല്ലാവരുടെ അടുത്ത് എത്ര സോഫ്റ്റ് ആയിട്ടാ പെരുമാറുന്നറിയാവോ? എല്ലാ ജോലികളും ചെയ്യും. അപ്പൊ ഹോട്ടലിലെ ടേബിളൊക്കെ ക്ലീൻ ആക്കുന്ന ആ ഒരു ഇതാണ് ശ്രീദേവി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എത്ര സ്നേഹനിധിയായ ഭാര്യ എന്നറിയാവോ? ഇങ്ങനൊരു ഭാര്യയെ കിട്ടണം, ഞാൻ പുണ്യം ചെയ്യണം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്റെ ഭാര്യ എന്ത് പാവാന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു ആനന്ദ് അങ്ങോട്ട് വാചാലനാവുകയാണ്. ശ്രീദേവിയെ കുറിച്ച് പറഞ്ഞിട്ട് തീരുന്നില്ല. ആ സമയം ശ്രീദേവി അകത്തുണ്ടായിരുന്നു. ശ്രീദേവി യൂണിഫോം ഒക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് വരാനായിട്ട് ഒരുങ്ങുവാണ്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്. ആഹാ, എടാ പുതിയ ഓർഡർ കിട്ടി. എന്റെ ദേവിയെ കുറിച്ച് പറഞ്ഞോളൂ, നല്ല ഐശ്വര്യമുള്ള സമയം. അത് കേട്ടപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, അത് ശരിയാ, എന്നത്തേക്കാ ഡെലിവറി ചെയ്യേണ്ടതെന്ന് നോക്കാൻ പറയണ. അങ്ങനെ ആനന്ദ് അതെന്ത് ചെയ്യണം, തിരിഞ്ഞിരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആഹാരമായിട്ട് വരുന്നത് ശ്രീദേവി. അപ്പൊ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല. ശ്രീദേവി കൊണ്ടുവന്ന് ആഹാരമൊക്കെ വെച്ചു. പക്ഷെ അവരാരെന്താന്ന് മുഖത്തേക്ക് നോക്കുന്നില്ല. അതിനുശേഷം വാട്ടർ ബോട്ടിൽ പൊട്ടിച്ച് ഗ്ലാസ്സിനകത്തേക്ക് വെള്ളം പറന്നു കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും അവിടെ കൂട്ടുകാരൻ പതുക്കെ തലയിരിച്ച് ശ്രീദേവിയെ നോക്കുന്ന ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അല്ലെ ജ്യൂസാണ് കോഫിയാണോ പറഞ്ഞ, ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ കേട്ടോ സാറെന്ന് പറയണ. അപ്പോഴേക്കും അവനൊന്നും മനസ്സിലായില്ല എന്തായത് എങ്ങനെയാന്ന്. ഇത്ര സമയം വലിയ IT കമ്പനിയെ ജോലി എന്നൊക്കെ ആനന്ദ് പറഞ്ഞ, പക്ഷെങ്കിൽ ഇപ്പൊ ഹോട്ടല് സപ്ലയർ ആയിട്ട് വന്നിരിക്കുന്നു. പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു, ആനന്ദിനെ വിളിക്കുകയാണ്. ആനന്ദാണെങ്കിൽ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ നോക്കടാന്ന് പറയണ. അങ്ങനെ ആനന്ദ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ ആനന്ദിന് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കുമാണ് ശ്രീദേവി തിരിഞ്ഞു നോക്കുന്നത്. ശ്രീദേവിയുടെ കയ്യിലിരുന്ന വെള്ളവും ഗ്ലാസ്സും ഒക്കെ താഴെ വീണ് പൊട്ടിപ്പോയി. കാരണം ആനന്ദേട്ടൻ രണ്ടുപേരും കണ്ണി നോക്കി നിൽക്കുകയാണ്. ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആനന്ദിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വന്നു. അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇതാണോടാ നിന്റെ ഭാര്യ, IT കമ്പനി ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലെ സപ്ലയർ ആയിട്ട്. ആഹാ കൊള്ളാലോ, കോടീശ്വരിയാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് ജോലിക്ക് കയറിയിരിക്കുന്നു. അതൊന്നും പക്ഷെ ആനന്ദിന്റെ തലയ്ക്കുള്ളിൽ കയറുന്നുണ്ടായിരുന്നില്ല. ആനന്ദിന്റെ കണ്ണുകളിൽ ശ്രീദേവി മാത്രമായിരുന്നു. ശ്രീദേവി ഞെട്ടിത്തരിച്ചിരിക്കുന്ന ആ രംഗങ്ങളൊക്കെ ആനന്ദിന് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദേവി പറഞ്ഞു, ആനന്ദേട്ടാ ഞാന്, പക്ഷേ എങ്കില് ആനന്ദ് ഒന്നും മിണ്ടിയില്ല. ആനന്ദിന് ടെൻഷനാണോ സങ്കടമാണോ വേദനയാണോ പറ്റിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടാണോ? ആനന്ദ് ഇങ്ങനെ നോക്കുന്നു. ആനന്ദേട്ടാ ഞാന്, ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല ശ്രീദേവിക്ക്. ആനന്ദ് പെട്ടെന്നൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഭാഗം എടുത്തോണ്ടും കൊണ്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് കൂട്ടുകാരൻ ശ്രീദേവിയെ നോക്കി. ശ്രീദേവി ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുക. ശ്രീദേവിയുടെ നെഞ്ചിൽ കൂടെ
വല്ലാത്തൊരു മിന്നൽ പോന്നു. ശ്രീദേവിയുടെ മനസ്സിൽ പല പല ചിന്തകളും വരുവാണ്. താൻ അവിടെ പറഞ്ഞ കള്ളങ്ങളൊക്കെ, IT കമ്പനിയിലെ തനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്, തന്റെ കൂട്ടുകാരിയാണ് തനിക്ക് ഈ ജോലി വാങ്ങി തന്നിരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ ചോദിച്ച സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടേ? സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, അതൊന്നും കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എത്ര കള്ളവാ താൻ പറഞ്ഞത് ദൈവമേ! ഇപ്പൊ ആ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പുറത്തു വന്നിരിക്കുക. താൻ ഇനി എങ്ങനെ വീട്ടിലേക്ക് ചെല്ലും? ആനന്ദേട്ടനെ എങ്ങനെ ഫേസ് ചെയ്യും? അമ്മയെ അച്ഛനെ എല്ലാരെയും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ശ്രീദേവി ഇടിവെട്ടേറ്റ പോലെ കുറെ സമയം അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ ആനന്ദ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആനന്ദിന്റെ അടുത്തേക്ക് ശ്രീദേവി ചെല്ലുവാണ്. ശ്രീദേവി ആണെങ്കിൽ ടെൻഷൻ അടിച്ചാ ചെല്ലുന്നേ. ശ്രീദേവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. എങ്ങനെയാവും ഏതാവുന്നൊന്നും അറിയത്തില്ലോ. ആനന്ദേട്ടൻ എന്താ പറയണേന്നും അറിയത്തില്ല. കരഞ്ഞു കളിക്കുകയും കണ്ണുകളുമായിട്ടാണ് ശ്രീദേവി ചെല്ലുന്നത്. ആനന്ദ് അവിടെ നിൽക്കുന്ന കണ്ടപ്പോ ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ശ്രീദേവി കരഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും ആനന്ദ് അങ്ങ് തിരിഞ്ഞു. ആനന്ദ് തിരിഞ്ഞു ചോദിച്ചു, ഇതായിരുന്നോടി നിന്റെ IT കമ്പനി? ആനന്ദേട്ടാ, അത് നീ കൂടുതലൊന്നും പറയണ്ട. നീ ഇത്രയ്ക്ക് വലിയ കള്ളത്തരം എന്നോട് പറഞ്ഞില്ലേ? സ്കൂളിൽ നല്ലൊരു ജോലി ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ട് IT കമ്പനിയിലേക്കെന്ന് പറഞ്ഞിട്ട് നീ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു വന്നല്ലേ? ഒരു വാക്കെങ്കിലും നീ എന്നോട് പറഞ്ഞോടി. എന്നും IT കമ്പനിയിലേക്കെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ആ കമ്പനിയുടെ മുന്നിൽ കൊണ്ട് ഇറക്കി വിട്ടു. എന്നിട്ട് നീയോ അവിടുന്ന് പാത്തും പതുങ്ങി ഇങ്ങോട്ടേക്ക് പോന്നു. ഒടുവില് എന്നെ കാണുന്ന സമയത്ത് നീ ഓടി അങ്ങോട്ടേക്ക് വന്നു. എന്തൊക്കെ കള്ളത്തരം അടി കാണിച്ചേ! നിന്നെക്കുറിച്ച് ഞാൻ ഇത്രയ്ക്ക് വിശ്വസിച്ചിരുന്നില്ല. ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത പുരുഷൻ ഞാനാന്നും പറഞ്ഞിരുന്നാ ഞാൻ ഇത്ര നല്ല ഭാഗ്യനിധിയായൊരു ഭാര്യയെ കിട്ടിയത്, സ്നേഹനിധിയായൊരു ഭാര്യയെ കിട്ടിയത്. എല്ലാം നീ നശിപ്പിച്ച് കളഞ്ഞല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് ശ്രീദേവിക്ക് നേരെ ആക്രോശിക്കുകയാണ്. ശ്രീദേവി വീണ്ടും കരഞ്ഞോണ്ടിരിക്കുമ്പോ ആനന്ദ് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിന്നെ ചെരുപ്പൂരി അടിക്കേണ്ടത്. നീ ഇത്രയും വലിയ കള്ളത്തരമൊക്കെ പറഞ്ഞേനെ. എടി, ഞാൻ കരുതിയത് നിനക്ക് കള്ളത്തരമൊന്നും പറയാൻ കഴിയില്ലെന്നാ. പക്ഷെ ആൾക്കാരോടൊക്കെ ഞാൻ എന്തൊക്കെയാടി പറഞ്ഞുകൊണ്ടിരുന്നേ? എന്റെ ഭാര്യ വലിയ IT കമ്പനിയിലാണ്, അവള് മിടുക്കിയാണ്. ഇത്രയും കാലം നിന്നെ ദേവി ദേവി എന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. എന്നോടല്ലേടി നീ വിശ്വാസവഞ്ചന കാണിച്ചേ? അന്തേട്ടൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? നിനക്ക് എന്താടി പറയാനുള്ളേ? നീ പറഞ്ഞു തോലയ്ക്കങ്ങോട്ട്. മനുഷ്യനെ ഇങ്ങനെ കബളിപ്പിച്ചിട്ട് നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഞാൻ നിന്റെ അടുത്ത് ഇതുവരെ കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വിശ്വസിച്ച എന്റെ ഭാര്യ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. ഇനിയിപ്പം ഞാൻ എന്ത് നീ ആലോചിച്ചിട്ടുണ്ടോ? നീ ഇതിലപ്പുറവും കള്ളത്തരം പറയും. ഇനിയിപ്പൊ നീ എന്ത് കള്ളത്തരം പറയാനായിട്ടാ വാ തുറക്കുന്നേ? എന്നാലും ഇത്രയ്ക്ക് വലിയൊരു ചതി എന്നോട് വേണ്ടിയിരുന്നില്ല. ആനന്ദേട്ടാ, ഞാന് വേണ്ടടി, നീ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തുള്ള കാര്യങ്ങൾ അതൊക്കെ. കാരണം ആനന്ദന് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എടി, അച്ഛന് നിന്നോട് അത്ര സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നിന്നെ അച്ഛന് സ്കൂളിൽ ഒരു ജോലി വാങ്ങിച്ചു തന്നെ. ആ മാനേജർക്ക് അച്ഛനോട് സ്നേഹവും ബഹുമാനമായിരുന്നു. എന്നിട്ട് ആ ജോലി കളഞ്ഞിട്ട് നീ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ നോക്കിയത്. എടി, ഒരു ജോലി അന്തസ് കുറഞ്ഞ ജോലിയൊന്നും അല്ല. പക്ഷെ അത്ര നല്ലൊരു ജോലി ഇട്ടിട്ട് നിനക്ക് ഇവിടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആനന്ദേട്ടാ, അത് പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് കൊടുത്താൽ പോരായിരുന്നോ? അത് പിന്നെ സർട്ടിഫിക്കറ്റ് ചോദിച്ച് എപ്പോഴും അവിടുത്തെ പ്രിൻസിപ്പൾ എന്നെ ശല്യം ചെയ്തോണ്ടിരുന്നു. ഇനി അതിന് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് കൊടുത്താൽ പോരെ? അത് വീട്ടിലില്ല ആനന്ദേട്ടാ. വീട്ടിലില്ലേ? പിന്നെ അത് എവിടെ പോയി? അത് പിന്നെ അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്താ? അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താ പോരെ? അതിന് നീ ഇതുപോലത്തെ പരിപാടി കാണിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അച്ഛന് നിന്നോട് എത്ര സ്നേഹമായിരുന്നു അറിയാവോ? അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ നിനക്ക് ആ ജോലിയൊക്കെ വാങ്ങി തന്നെ. ആ പ്രിൻസിപ്പാളൊക്കെ എന്ത് വിചാരിച്ചു കാണും? നീ ആ ജോലി ഉപേക്ഷിച്ചിട്ട് പോന്നിട്ട് എന്നിട്ട് ഇവിടെ കയറി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലും സഹിക്കില്ല. രാവിലെ നീ എന്നെ പറ്റിച്ച് നീ IT കമ്പനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടേക്കാ വന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നല്ലേ? ആനന്ദേട്ടാ, ഞാൻ കൂടുതലൊന്നും പറയണ്ടേ. എന്നിട്ട് എന്തൊക്കെയാ കള്ളത്തരങ്ങൾ നീ വീട്ടിലാണെങ്കിലും പറഞ്ഞത്? ആ സ്കൂളിലെ ജോലി കളയുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരി IT കമ്പനി ജോലി വാങ്ങിച്ചതെന്നും പറഞ്ഞോണ്ടല്ലേ? അപ്പൊ ഞങ്ങളെല്ലാം അത് വിശ്വസിച്ചു. നിന്നെ ആരും അവിശ്വസിച്ചതുമില്ല. എന്നിട്ട് നീ ഞങ്ങളോട് ഈ ചതി ചെയ്യണമായിരുന്നു. ആനന്ദേട്ടാ, ഞാൻ പറയടി, ഇത് നിന്റെ വീട്ടുകാർക്കറിയാവോ? നിന്റെ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞാൽ എത്രമാത്രം വേദനിക്കും. അവർ നെഞ്ചു പൊട്ടി മരിക്കും. അതുപോലെ തന്നെ എന്റെ അച്ഛനും അമ്മയൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഇത്. എന്നിട്ട് നീ ഈ ചതി എന്തിനാടി ഞങ്ങളോട് എല്ലാവരോടും ചെയ്തേ? അതും പറഞ്ഞിട്ട് ആനന്ദ് വല്ലാതെ ദേഷ്യപ്പെടുവാണ്. ആനന്ദിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സത്യം പറ, നിന്റെ വീട്ടുകാർക്ക് ഇത് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീദേവി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ ശ്രീദേവി പറഞ്ഞു, അറിയായിരുന്നു. എന്റെ വീട്ടുകാർക്കെല്ലാം അറിയായിരുന്നു. അറിയായിരുന്നോ? ഒരു നിമിഷം ആനന്ദം ഞെട്ടിപ്പോയി. നീ എന്താ ദേവി പറഞ്ഞേന്ന് ചോദിക്കുകയാണ്. അതെ, അറിയായിരുന്നു പറയണം. ഇനി എനിക്ക് ആനന്ദനോട് കള്ളത്തരം പറയാൻ പറ്റില്ല. കള്ളത്തരത്തിന് മേലെ കള്ളത്തരം പറഞ്ഞ് ഇത്രയും കാലം പിടിച്ചു തന്നെ. പക്ഷെ ഇനി അത് പറയാൻ പറ്റില്ല. നീ എന്തൊക്കെയാ ഈ പറയണേന്ന് വെച്ചു. സത്യം ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ അത്ര കോടീശ്വരന്മാരൊന്നും അല്ല. കോടീശ്വരന്മാരല്ലെന്നോ? അതെ, എന്റെ അച്ഛനും ഞാനോ കഴിഞ്ഞുകൊണ്ടിരുന്ന
ഒരു ചെറിയ കുടിലായിരുന്നു. പിന്നീട് കല്യാണം പ്രമാണിച്ച ഒരു വാടക വീടെടുത്ത് ആ വാടക കൊടുക്കാൻ പോലും എൻ്റെ അച്ഛൻ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ബിസിനസ് ഒക്കെ തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള. ഇതെല്ലാം കേട്ടപ്പോൾ ആനന്ദിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കേട്ടതൊക്കെ സത്യമാണോ എന്ന് പോലും അറിയില്ലാതെ ആനന്ദ് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.